Hi dear friends. അപ്പോൾ നമ്മുടെ സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് ഇൻ കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഡിസംബർ 30 വരും. കേരള PSC നടത്തുന്ന എക്സാം ആണ്. സോ ഈ സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് സയൻസ് ലബോറട്ടറി എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ MSc ഫിസിക്സ് ആണ്. സോ ഫിസിക്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ MSc ഫിസിക്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയും അപ്ലൈ ചെയ്യുകയും നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുന്ന പോലത്തെ എക്സാം ആണ്. സോ കഴിഞ്ഞ പ്രാവശ്യം 53 ആയിരുന്നു കട്ട് ഓഫ്. സോ നമുക്ക് എങ്ങനെ നമുക്ക് നന്നായിട്ട് ഇത് പഠിക്കാം. അപ്പോൾ നന്നായിട്ട് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി അതിന്റെ സിലബസ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. സോ അതിന്റെ സിലബസ് ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിലബസിനെ നമുക്ക് 10 മൊഡ്യൂളാക്കിയാണ് തന്നിട്ടുള്ളത്. 100 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നിനും 10 ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ തന്നെ ആവണം എന്നില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സിൽ നിന്നൊരു 13 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ലേസർ എന്ന ഭാഗത്ത് നിന്ന് ഒരു 7 ക്വസ്റ്റ്യൻസോളമാണ് വന്നിട്ടുള്ളത്. സോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻസ് ഉണ്ടാവാം. എന്നാലും ഓൺ ആൻ ആവറേജ് ഈ മൊഡ്യൂളിൽ നിന്നും നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ച് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻസും ഈക്വലി എല്ലാ മൊഡ്യൂൾസും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിച്ചു എന്ന് കരുതി ഇപ്രാവശ്യം അതിൽ നിന്ന് തന്നെ കൂടുതൽ ചോദിക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മളെല്ലാം ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓരോ മൊഡ്യൂളും നമ്മൾ പഠിക്കണം. സോ നമ്മൾ MSc സിലബസുമായിട്ട് ഒരു ഡിഗ്രി ലെവലിൽ നിന്ന് തുടങ്ങി പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് കിടക്കുന്ന പോലെയാണ് നമ്മുടെ സിലബസ് ഉള്ളത്. നമ്മുടെ സിലബസ് ഉള്ള മൊഡ്യൂൾസ് ഇതൊക്കെയാണ്: ക്ലാസിക്കൽ മെക്കാനിക്സ്, മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഗ്രൂപ്പ് തിയറി ഈ ഹെഡിങ്ങിൽ മാത്രമേ ഉള്ളൂ. സിലബസിലെ ഗ്രൂപ്പ് തിയറിയുടെ കണ്ടന്റ്സ് ഒന്നും ഇല്ല. ഇലക്ട്രോണിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ്, solid state physics, atomic and molecular spectroscopy, microprocessor, laser and fiber optics. ഇത്രയുമാണ് നമ്മുടെ സിലബസിൽ ഉള്ള മൊഡ്യൂൾസ്. ഇത് 2021 സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ സിലബസും നോട്ടിഫിക്കേഷൻ റിലീസ് ആവുന്നതേ ഉള്ളൂ. സോ നമുക്ക് ഈ ഒരു സിലബസ് ഒക്കെ തന്നെ ആയിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്കതും ഡിസ്കസ് ചെയ്യാം. സോ ആസ് ഓഫ് നൗ ഇതാണ് നമ്മുടെ കയ്യിലുള്ള സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറെ ഇക്വേഷൻസ് പഠിച്ചുകൊണ്ട് പോയിട്ട് അത് വെച്ച് പ്രോബ്ലം ചെയ്യുന്ന ആ പരിപാടി ഈ ഇടയിൽ നടക്കുന്ന കേരള PSC എല്ലാ മിക്ക എക്സാംസിനും നമുക്ക് ആ ഒരു പരിപാടി പറ്റത്തില്ല. കാരണം എന്താ, എല്ലാം ഇൻ ഡെപ്ത് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്, അതിന്റെ പ്രോബ്ലം ആയിരിക്കും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത്. പക്ഷേ ആ ഫംഗ്ഷന്റെ മറ്റൊരു പേരോ അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ചോദ്യങ്ങളിൽ വരാൻ സാധ്യത. അങ്ങനെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത്രയും നല്ല വൃത്തിക്ക് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ജസ്റ്റ് അതിന്റെ ഇക്വേഷൻസ് നോക്കാതെ ബെസൽ ഫംഗ്ഷൻ, അതിന്റെ റെക്കറൻസ് റിലേഷൻ ഇതാണ്, ഇതിങ്ങനെ അങ്ങനെ മാത്രം പഠിക്കാതെ പഠിക്കും, എന്തായാലും അത് പഠിക്കുന്നു. അപ്പൊ ആ കാര്യം അതങ്ങ് വൃത്തിക്ക് അതിന്റെ ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു പോവുക. അതുപോലെ തന്നെ നമ്മൾ ഈ 10 മൊഡ്യൂൾ നമ്മളിവിടെ കൊടുക്കുന്നതും നമ്മളെ പോസ്റ്റ് ഗ്രാജുവേഷന് ഓരോ പേപ്പർ ആയിട്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും അല്ലെ. ഇപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് MSc ഫസ്റ്റ് സെമ്മിലെ ഒരു പേപ്പറാണ്. മാത്തമാറ്റിക്കലും അതുപോലെ തന്നെ MSc ഫസ്റ്റ് സെമ്മിലെ ഒരു പേപ്പറാണ്. ആ ഒരു പേപ്പറിന്റെ അകത്ത് പല 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 മൊഡ്യൂൾസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഈ നമ്മളൊരു പേപ്പർ ആയിട്ട് പഠിച്ച സാധനങ്ങളൊക്കെ ഇവിടെ മൊഡ്യൂൾസ് ആയിട്ടാണ് കിടക്കുന്നത്, ചാപ്റ്റേഴ്സ് ആയിട്ടാണ് കിടക്കുന്നത്. അതായത് നമ്മൾ MScക്ക് പഠിച്ച ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ മുഴുവൻ സാധനങ്ങളും നമ്മൾ ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ പഠിക്കണം അതാണ് നമ്മൾ ഈ സിലബസിൽ പറയുന്നത്. അതുപോലെ തന്നെ സിലബസിൽ ഒരു പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതാണ് സിലബസ്, പക്ഷെ ഇതിന്റെ പുറത്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻ MSc ഫിസിക്സ് ആണ്. സോ ആ ഡൊമൈൻ്റെ അകത്ത് നിൽക്കുന്ന ചോദ്യങ്ങൾ വേറെയും വരാം. അങ്ങനെ ഒരു പോസിബിലിറ്റിയും അവിടെ ഉണ്ട്. സോ എന്നാലും നമുക്കിപ്പോൾ നമ്മുടെ സിലബസ് എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ക്ലാസിക്കൽ മെക്കാനിക്സ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്. കൺസ്ട്രെയിൻസ്, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, ഡിഅലംബർട്ട്സ് പ്രിൻസിപ്പിൾ ആൻഡ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ, വെലോസിറ്റി ഡിപെൻഡന്റ് പൊട്ടൻഷ്യൽ, ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ, ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഫ്രം ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ. ഇതിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ട്. ഒരു 9-10 ചോദ്യം ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് വന്നിട്ടുണ്ട്. കെപ്ലർ പ്രോബ്ലം,
Hamilton-Jacobi equation, Hamilton's principle and characteristic function, Hamilton-Jacobi equation for the linear harmonic oscillator, Euler angles, centrifugal and Coriolis forces, non-linear oscillations. Non-linear oscillations നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഒരു പ്രത്യേക ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നതാണ്. ഇതുപോലെ ഹാമിൽട്ടോണിനും ലഗ്രാഞ്ചിനും ഒക്കെ നമ്മളൊരു പ്രത്യേകം ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നതാണ്. ഈ നോൺ ലീനിയർ ഓസിലേഷൻസിൽ നിന്ന് ലിമിറ്റ് സൈക്കിൾസ്, കയോസ്, ലോജിസ്റ്റിക് മാപ്പ് ഒക്കെയാണ്. ഈ നോൺ ലീനിയർ ഓസിലേഷൻസിന്റെ ഒക്കെ ഒരു പ്രത്യേകത നമ്മളെ അവിടെ കുറെ സിസ്റ്റം പഠിക്കും. നോൺ ലീനിയർ ആയിട്ടുള്ള പല സിസ്റ്റംസ് പഠിക്കും. നമ്മൾ പണ്ട് ലീനിയർ എന്ന് പഠിച്ച സാധനങ്ങളൊക്കെ ഇവിടെ നോൺ ലീനിയർ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും അല്ലെ. പുതിയ സിസ്റ്റംസ് നമ്മൾ പഠിക്കും. അപ്പോ ഈ സിസ്റ്റത്തിന്റെ ഒക്കെ പ്രൊജക്ടറിയും നമ്മൾ പഠിക്കും. അതിന്റെ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മുഴുവനോടെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ലിമിറ്റ് സൈക്കിൾസ്. എന്താണ് ലിമിറ്റ് സൈക്കിൾസ്? അത് പഠിച്ചത് നിർത്താതെ അതിന് ഫർദർ എന്ത് നമുക്കുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കാൻ ശ്രമിക്കാം. പിന്നെ ഗ്രാഫ്, അതുപോലെയുള്ള പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻസ്, എന്തെങ്കിലും ഡാറ്റാസ് ഒക്കെ നമുക്ക് കിട്ടുമെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. കാരണം അങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുന്ന സമയം അവിടെ ലാഭമാണ്. അപ്പൊ നമുക്കത് അറിയാമെങ്കിൽ നമുക്ക് ഒരു 10 സെക്കൻഡ് മിനിമം, മാക്സിമം 10 സെക്കൻഡ് കൊടുത്ത് ആ പ്രോബ്ലം ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും. നമ്മുടെ ടൈമും അവിടെ ഇമ്പോർട്ടന്റ് ആണല്ലോ. സോ അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഗ്രാഫ് ഉണ്ട്, അതുപോലെ എന്തെങ്കിലും ഒരു പിക്ചോറിക്കൽ ഡാറ്റ ഉണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. The next one is mathematical methods and group theory. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി എന്നാണ് പേരെങ്കിലും പേരിൽ മാത്രമേ ഗ്രൂപ്പ് തിയറി ഉള്ളൂ. സിലബസിന്റെ ഉള്ളിൽ ഇവർ കൊടുത്തേക്കുന്ന ഈ പോർഷൻസിൽ ഗ്രൂപ്പ് തിയറി ഇല്ല. ഇത് തന്നിരിക്കുന്ന പോർഷനെ നമുക്ക് കൃത്യമായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഫോറിയർ സീരീസ് ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് ആദ്യത്തെ ടോപ്പിക്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്പെഷ്യൽ ഫങ്ഷൻസ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. ഈ സ്പെഷ്യൽ ഫങ്ഷൻസ് എന്നായിരുന്നു ഈ ന്യൂമാൻ ഫങ്ഷൻ വേറൊരു പേര്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ദെൻ ഉള്ളത് എന്താണ്, കോഷി റീമാൻ കണ്ടീഷൻസ്. ഇത് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്നൊരു പോർഷൻ ആണ്. സോ ആക്ച്വലി നമ്മൾ മാത്തമാറ്റിക്കൽ മെത്തേഡ്സിൽ ഈ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ സിലബസിൽ തന്നിട്ടുള്ളത്. അതിൽ ഫോറിയർ ട്രാൻസ്ഫോമില് ഫോറിയർ പ്രോപ്പർട്ടീസ് ഓഫ് ഫോറിയർ സീരീസ്, ഫോറിയർ ഇന്റഗ്രൽ, ഫോറിയർ ട്രാൻസ്ഫോം, ഇത്രയുമാണ് പഠിക്കാനുള്ളത്. Then special functions എന്ന് പറയുമ്പോൾ ഗാമ ഫംഗ്ഷൻ, ബീറ്റ ഫംഗ്ഷൻ, ഡെൽറ്റ ഫംഗ്ഷൻ, ബെസൽ ഫംഗ്ഷൻ ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കൈൻഡ്, ന്യൂമാൻ ഫംഗ്ഷൻ, സ്ഫെറിക്കൽ ബെസൽ ഫംഗ്ഷൻ, ലെജനറൽ പോളിനോമിയൽസ്, ജനറേറ്റിംഗ് ഫംഗ്ഷൻസ്, റെക്കറൻസ് റിലേഷൻ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ ഒരു നമുക്കറിയാം ഈ സ്പെഷ്യൽ ഫംഗ്ഷൻസിന്റെ ഒക്കെ റെക്കറൻസ് റിലേഷൻ ഉണ്ടല്ലേ. റെക്കറൻസ് റിലേഷൻ തന്നിട്ട് ഏത് ഫംഗ്ഷനെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. റോഡ്രിഗസ് ഫോർമുല, ഓർത്തോഗണാലിറ്റി, അസോസിയേറ്റഡ് ലെജനറൽ പോളിനോമിയൽസ്, സ്ഫെറിക്കൽ ഹാർമോണിക്സ്, ഹെർമൈറ്റ് പോളിനോമിയൽസ്, ലാഗ്രോഡെ പോളിനോമിയൽസ്. സോ ഇത്രയുമാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. ഈ സ്പെഷ്യൽ ഫംഗ്ഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മള് ഫിസിക്സിന്റെ മറ്റ് ഇലക്ട്രോഡൈനാമിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, അങ്ങനെ കുറെ ഭാഗങ്ങളിൽ നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിനെ ഈസി ആക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പെഷ്യൽ ഫംഗ്ഷന്റെ സൊല്യൂഷനും അതിന്റെ റെക്കറൻസ് റിലേഷനും ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് ഫിസിക്സിന്റെ മറ്റു പല ടോപ്പിക്സിലും പ്രോബ്ലം സോൾവിങ് എളുപ്പമാകും. Then Cauchy Riemann conditions, Cauchy integral theorem and integral formula, Lorentz expansion, singularities, calculus of residues and applications. ഇത്രയുമാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ആ പോർഷനിൽ വന്നിട്ടുള്ളത്. നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സും അതെ, മാത്തമാറ്റിക്സും അതെ, മാത്തമാറ്റിക്കൽ ഫിസിക്സും അതെ, നമ്മള് ആദ്യം പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മള് അക്ഷരം എഴുതാൻ പഠിക്കും, പിന്നെ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിക്കും, നമ്പേഴ്സ് ഒക്കെ പഠിച്ച് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിക്കും. എന്നിട്ടല്ലേ നമ്മൾ വലിയ കണക്കുകളൊക്കെ പഠിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. അത് വളരെ ആദ്യമേ തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മൊഡ്യൂൾസ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള നോളേജ് നമ്മൾ അവിടെ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു ഫസ്റ്റ് പൊസിഷനിൽ നിർത്തി പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, ഈ മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്നൊരു 8 ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 8 ക്വസ്റ്റ്യൻസോളമാണ് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ഇലക്ട്രോണിക്സ്.
ഇലക്ട്രോണിക്സിലും നമുക്കറിയാം ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസിനോട് സിമിലർ ആയിട്ടാണ് ഈ സിലബസ് പോകുന്നത്. ഇലക്ട്രോണിക്സ് നമുക്ക് എല്ലാ സെമ്മിലും പഠിക്കാനുള്ളതാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ അല്ലെ. പക്ഷെ അത്രയും ഇല്ല. നമുക്കിതില് FET ഒക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, FETs, VVR ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. പിന്നെയുള്ളത് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആണ്. ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റർ, ഫോട്ടോ ഡയോഡ്, PN ജംഗ്ഷൻ, സോളാർ സെൽസ് ഒക്കെയാണ്. ദെൻ ഓപ്പാമ്പ് ആണുള്ളത്. ഓപ്പാംസ്, ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഓപ്പാമ്പ് പാരാമീറ്റേഴ്സ്, ഓപ്പാമ്പ് ആസ് ഇൻവെർട്ടർ, analog integration and differentiation, electronic analog communication. Then active low pass filters വന്നിട്ടുണ്ട്. low pass ഉണ്ട്, high pass Butterworth filter ഉണ്ട്, band pass filter ഉണ്ട്. op-amp based stable and monostable multi vibrators ഉണ്ട്, Schmitt trigger ഉണ്ട്. Then last വന്നിരിക്കുന്ന ഈ പോർഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പോർഷൻ ആണ്. നമ്മള് ഇലക്ട്രോണിക്സിലെ MSc പഠിക്കുന്ന ഒരു പോർഷൻ ആണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ സർക്യൂട്ട്സ്, comparison of signal to noise ratios, pulse code modulation, communications, receivers, FM transmitters, very high frequency or ultra high frequency systems, microwave systems, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഒപ്റ്റിക്സ് അല്ല, ഇലക്ട്രോണിക്സ് എന്ന ഏരിയയിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ. സോ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് തന്നെ ഒരു 4ഓളം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമിന് 2021 എക്സാമിന് ചോദിക്കുകയുണ്ടായി. അത് മാത്രമല്ല ഇതിലൊക്കെ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നൊരു ഭാഗം കൂടി ഇല്ല അല്ലെ. എന്നിരുന്നാൽ കൂടി ലോജിക് ഗേറ്റ്സിൽ നിന്നൊക്കെയുള്ള സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ലോജിക് ഗേറ്റ് ഐഡന്റിഫൈ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ അത് മാത്രമല്ലാതെ നമ്മുടെ ഇവിടെ നമുക്ക് ഇലക്ട്രോണിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നിൽക്കുന്നത് സർക്യൂട്ട്സ് ആണല്ലേ. ഈ സർക്യൂട്ട് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഈ സർക്യൂട്ട്സ് തന്നിട്ട് ആ സർക്യൂട്ട് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദ്യം വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അതുപോലെ ഒരു സർക്യൂട്ടിൽ കുറച്ച് പാരാമീറ്റേഴ്സ് തരുന്നു, അതായത് കറണ്ടും ഇൻപുട്ട് വോൾട്ടേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ, അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ സർക്യൂട്ട്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കുറെ സർക്യൂട്ട്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്യണം. ഇവിടെ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞല്ലേ, പല ഡിവൈസസ് പറഞ്ഞു. അപ്പൊ ഇതിന് ഓരോന്നിനും ഓരോ സർക്യൂട്ട് ഉണ്ട്. ഇത് തമ്മിലൊക്കെ വളരെ ചെറിയ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. നമ്മളത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമ്മുടെ തലയിൽ ഈ സർക്യൂട്ട്സ് കയറത്തുള്ളൂ. എന്നാൽ മാത്രമേ ഇത് നമുക്ക് നല്ലപോലെ നമ്മുടെ തലയ്ക്കകത്തോട്ട് കയറിയാൽ മാത്രമേ നമുക്കിത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ പരീക്ഷയ്ക്ക് നമുക്കിത് ഏത് സർക്യൂട്ടാ, ഓക്കെ ഇത് അതിന്റെ ആണല്ലോ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സർക്യൂട്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ വളരെ വൃത്തിക്ക് പഠിക്കണം. സർക്യൂട്ട്സിനെ കുറിച്ച് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സന്ദർഭങ്ങളിലൊക്കെ അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് തന്നെ പഠിക്കണം. ആ ഒരു സർക്യൂട്ട് നമ്മൾ ഓക്കെ എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു, എന്തിനാണ് അവിടെ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം സർക്യൂട്ട്സ് പഠിക്കാൻ. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുമ്പോഴാണ് സർക്യൂട്ട് എളുപ്പമാകുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു കുമ്പസം ടാസ്ക് ആയിരിക്കും. ഭയങ്കര നമ്മളിട്ട് വലയ്ക്കുന്ന ഒരു ടാസ്ക് ആയി പോകും അത്. സോ ഇതൊക്കെ സർക്യൂട്ട്സ് അനാലിസിസ് ഒക്കെ വളരെ വൃത്തിക്ക് മനസ്സിലാക്കി പഠിക്കുക. കാരണം സർക്യൂട്ട്സ് തന്നിട്ട് 2 ചോദ്യങ്ങൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യാം. സോ അടുത്ത ടോപ്പിക് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ക്വാണ്ടം മെക്കാനിക്സില് വെക്ടർ സ്പേസസ്, ദ ഹിൽബർട്ട് സ്പേസ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് അതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ്, മെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ്, പോളി സ്പിൻ മെട്രിക്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് 4 മെട്രിക്സ് തന്നിട്ട് ഇതിൽ ഓഡ് വൺ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആംഗുലർ മൊമെന്റം, differential and total cross-sectional optical theorem, harmonic perturbation, interaction of an atom with the electromagnetic field, induced emission and absorption, unharmonic induced emission and absorption, unharmonic oscillator, Stark and Zeeman effect in hydrogen, Hall theory, Weyl equation, the KG equation, the Klein-Gordon equation, ചാർജ് ആൻഡ് കറന്റ് ഡെൻസിറ്റീസ്. ഇത്രയുമാണ് ക്വാണ്ടം മെക്കാനിക്സിൽ വന്നിട്ടുള്ളത്. സോ നമുക്കറിയാം ഇതിൽ നിന്ന് പുറത്തുനിന്നും ഒക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും
നമുക്ക് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കാം? ഈ ഒരു സിലബസ് ഒക്കെ കൃത്യമായിട്ട് സിലബസിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാം. അപ്പൊ ഇത്രയും നമ്മളൊരു 4 ചാപ്റ്റർ മൊഡ്യൂൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തല്ലേ? ക്ലാസിക്കൽ, മാത്തമാറ്റിക്കൽ, ഇലക്ട്രോണിക്സ്, ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ. അപ്പൊ നിങ്ങളൊക്കെ പല പല യൂണിവേഴ്സിറ്റീസിൽ PG ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾക്കൊക്കെ ഓരോ ബുക്സ് ഒക്കെ ആയിരിക്കും ഉള്ളത്. റെഫറൻസ് ടെക്സ്റ്റ് ഒക്കെ പലതായിരിക്കുമല്ലോ. ക്ലാസിക്കലിന് കേരള യൂണിവേഴ്സിറ്റിയിലെ കാര്യമാണെങ്കിൽ ക്ലാസിക്കലിന് JC ഉപാധ്യായാണ് ഉപയോഗിക്കുക. മാത്തമാറ്റിക്സിന് HK ദാസ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്നത്. അത് മാത്രമാണെന്നല്ല ഉപയോഗിച്ച് വരുന്നത്. നമ്മൾ കണ്ട ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിന് അരുൾദാസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ ഇപ്പൊ നിങ്ങൾ പഠിച്ചതാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അതൊന്നുകൂടെ ഫെമിലിയർ ആണ്. അതുമായിട്ടുള്ളൊരു സിങ്ക് ഉണ്ട്. ആ ബുക്കുമായിട്ട് നിങ്ങൾക്ക് ഒരു സിങ്ക് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അത് നല്ലപോലെ അതിൽ നിന്നൊന്ന് സ്കിപ്പ് ചെയ്യാതെ, അല്ലാതെ ഒരു ടോപ്പിക് ഉണ്ടോ ഇത് മാത്രം പഠിച്ചാൽ മതി അതായിരിക്കും വരുന്നത്. അങ്ങനെ ഒരു മുൻവിധിയോടുകൂടെ പഠിക്കാതിരിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നല്ല വൃത്തിക്ക് ടെക്സ്റ്റിലെ ഓരോ വരികളും വായിച്ചിട്ട് വാക്കുകളും വായിച്ച് പോവുക എന്നുള്ളതാണ്. കാരണം അങ്ങനെയാണ് ഇപ്പൊ ചോദ്യങ്ങൾ വരുന്നത്. അങ്ങനെയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. പ്രോബ്ലം സോൾവിങ്ങും വരുന്നുണ്ട്, ഇങ്ങനെയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ കയ്യിൽ കളയാൻ മാർക്കുകളൊന്നും ഇല്ല. നമുക്ക് എല്ലാ മാർക്കും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. നമ്മൾ തെർമോഡൈനാമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്താണ് സ്റ്റാറ്റ് പഠിക്കുന്നത്. സോ ഇവിടെ ഉള്ളത് എൻട്രോപ്പി ഓഫ് മിക്സിംഗ് and Gibbs paradox, phase of classical system, Liouville's theorem and its consequences, equipartitional theorem, Virial theorem, the density matrix, thermodynamic behavior of an ideal Bose gas, thermodynamic behavior of an ideal Fermi gas. അപ്പോൾ എന്താണ് ബോസ് സ്റ്റാറ്റിസ്റ്റിക്സും ഫെർമി സ്റ്റാറ്റിസ്റ്റിക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ആൻ ഐഡിയൽ ഫെർമി ഗ്യാസ്, അതിൽ പോളി പാരാമാഗ്നറ്റിസവും ലാൻഡോ ഡയാമാഗ്നറ്റിസവും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ പിന്നെയും പറയുന്നു, നമ്മൾ ഇതൊക്കെ ഓരോ പേപ്പർ ആയിട്ട് പഠിച്ച സാധനങ്ങളാണ് MSc-ക്ക്. അതൊക്കെ അതിൽ നിന്നൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ എടുത്താണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിച്ച പല എല്ലാ മോഡ്യൂളും തന്നെ ഇവിടെ നമുക്ക് സിലബസിൽ തന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് മനസ്സിലാക്കി പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം നമുക്ക് അതുപോലെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണം. ദെൻ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് വളരെ എളുപ്പമുള്ളൊരു ഏരിയ ആണ്. അതിൽ ആദ്യം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഇതിന് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണുള്ളത്. ന്യൂക്ലിയസിന്റെ സൈസ്, ഷേപ്പ്, മാസ് ആൻഡ് ബൈൻഡിങ് എനർജി, ഇതൊക്കെ നമുക്കറിയാം അല്ലെ. സെമി എംപിരിക്കൽ മാസ് ഫോർമുല, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സസ്, spin orbit potential, electric quadrupole moments, parity violation in beta decay, internal conversion laws and symmetries, quark model. ഇവിടെ തൊട്ട് നമുക്കൊരു പാർട്ടിക്കിൾ ഫിസിക്സ് എന്നുള്ള രീതിയാണ് പറയുന്നത്. നമ്മൾ എലമെന്ററി പാർട്ടിക്കിൾസ് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഗ്ലൂഓൺ, മെസോൺ, പയോൺസ്, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് വരുന്നത്. കൺസർവേഷൻ ലോസ് ആൻഡ് സിമട്രീസ്. ക്വാർക്ക് മോഡൽ നമ്മൾ അവിടെയാണ് പാർട്ടിക്കിൾ ഫിസിക്സിലാണ് പഠിക്കുന്നത്. 8-fold way, ക്വാണ്ടം ക്രോമോഡൈനാമിക്സ്, ക്രോമോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു കളർ അല്ലേ. നമ്മൾ അവിടെ പാർട്ടിക്കിൾ ഫിസിക്സിൽ കളർ എന്നൊരു ക്വാണ്ടം നമ്പർ പഠിക്കുന്നുണ്ട്. സോ അതിനെ കുറിച്ചാണ്. ആൻഡ് ഗ്ലൂഓൺസ്, ഫിക്സ് ലോ ആൻഡ് ഇറ്റ്സ് വാലിഡിറ്റി, ഷെൽ സ്ട്രക്ചർ ആൻഡ് മാജിക് നമ്പേഴ്സ് നമുക്കറിയാം അല്ലെ. കുറച്ച് നമ്പേഴ്സ് ഉണ്ട് ആൻഡ് ആ നമ്പേഴ്സിന്റെ എണ്ണം, ഇപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം ആ നമ്പർ ആണെങ്കിൽ ഒരു മാജിക് നമ്പർ 28 അങ്ങനെ ഉള്ള മാജിക് നമ്പേഴ്സിൽ ഏതെങ്കിലും ആണ് പ്രോട്ടോണിന്റെ എണ്ണമെങ്കിൽ ഇനിയുണ്ട് കേട്ടോ, 50, 82, 126. സോ ഇതിൽ ഏതെങ്കിലും ആണ് പ്രോട്ടോണിന്റെ എണ്ണമെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ആണ് ന്യൂട്രോണിന്റെ എണ്ണമെങ്കിൽ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിരിക്കും. ഇനി പ്രോട്ടോണിന്റെ എണ്ണോ ന്യൂട്രോണിന്റെ എണ്ണോ ഒരു മാജിക് നമ്പർ ആണെങ്കിൽ അതെന്തായിരിക്കും, നമ്മുടെ ന്യൂക്ലിയസ് ഡബിളി സ്റ്റേബിൾ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനത്തെയുള്ള മാജിക് നമ്പർ. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മാജിക് നമ്പർ അല്ലാത്തത്, അല്ലെങ്കിൽ ഏതാണ് മാജിക് നമ്പർ ഉള്ളത്, അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ സിംഗിൾ ക്രിസ്റ്റൽ ആൻഡ് പൗഡർ ഡിഫ്രാക്ഷൻ,
ഷെർ ഇക്വേഷൻ, ഡെബിയെ ഷെർ ക്യാമറ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് XRD. ഇത്രയാണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിൽ വന്നിട്ടുള്ളത്. ഇതിൽ നമുക്കൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിലുള്ളത്. ആൻഡ് ഇറ്റ്സ് നോക്കിയതിൽ വെച്ചിട്ട് കുറച്ച് എളുപ്പമുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. ദെൻ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലുള്ളത് ഇതൊക്കെയാണ്. മില്ലർ ഇൻഡീസസ് ഉണ്ട്, റെസിപ്രോക്കൽ ലാറ്റിസ് ഉണ്ട്, ബ്രില്യോൺ സോൺസ്, ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻസ് ഉണ്ട്. ഈ ഐൻസ്റ്റീൻസ് ആൻഡ് ഡീബേ മോഡൽസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ്, ഐൻസ്റ്റീൻസ് ആൻഡ് ഡീബേ മോഡൽസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ്, നിയർലി ഫ്രീ ഇലക്ട്രോൺ മോഡൽ ആൻഡ് ഫോർമേഷൻ ഓഫ് എനർജി ബാൻഡ്സ്, ബ്ലോക്ക് ഫങ്ഷൻസ്, ക്രോണിക് പെന്നി മോഡൽ. ഇതൊക്കെ നമ്മളുടെ ഡിഗ്രി അല്ലെങ്കിൽ PG ലെവലിലെ SI ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻസ്, ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ്, ഫെറോ ഇലക്ട്രിക് ഡൊമൈൻ, ആന്റി ഫെറോ ഇലക്ട്രിസിറ്റി, പീസോ ഇലക്ട്രിസിറ്റി, ലാംഗ്വേൻസ് തിയറി ഓഫ് ഡയമാഗ്നറ്റിസം, വീസ് തിയറി ഓഫ് ഫെറോ മാഗ്നറ്റിസം. ഇത് കണ്ടോ, സോളിഡ് സ്റ്റേറ്റിന്റെ മാഗ്നറ്റിസം, മെറ്റീരിയൽസിന്റെ മാഗ്നറ്റിസം, അത് നമുക്ക് ഇവിടെ സോളിഡ് സ്റ്റേറ്റിൽ പഠിക്കാനുണ്ട്. ആന്റി ഫെറോ മാഗ്നറ്റിസം, പീസോ ഇലക്ട്രിസിറ്റി, ഫെറോ മാഗ്നറ്റിസം, ആന്റി ഫെറോ മാഗ്നറ്റിസം, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then type 1 and type 2 superconductors. Energy gas isotope effect, London equation, copper pair, high TC superconductor cuprates. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഈ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നമ്മളെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ ഇതിലും ആദ്യത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവിടെ നിന്നാണ് PGയിലേക്ക് കയറിയൊരു പോർഷൻ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഈ സോളിഡ് സ്റ്റേറ്റിൽ നിന്നൊരു 8 ക്വസ്റ്റ്യൻസോളം കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ അറ്റോമിക് മോഡൽ ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പിയിൽ ദ സ്പെക്ട്രം ഓഫ് നോൺ റിജിഡ് റൊട്ടേറ്റർ, Bohr Oppenheimer approximation, the normal white modes and vibrations of water and CO2, rotational Raman spectrum of symmetric top molecules, stimulated Raman effect and inverse Raman effect. Raman effect ഇവിടെ വന്നിട്ടുണ്ട്. Vibration analysis of band systems, Reslander stable, interaction of nuclear spin and magnetic field, Larmor precision, Mossberg spectroscopy, resonance fluorescence of gamma rays. സോ ഇത്രയുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ടോപ്പിക്സ് പഠിക്കുമ്പോൾ അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൂടെ നമുക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ ഒന്ന് നോക്കി പോകാം. കാരണം അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ പുറത്തുനിന്ന്, ഈ സിലബസിന് പുറത്തുനിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. കാരണം സിലബസിന്റെ അടിയിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പുറത്തുനിന്ന് നിങ്ങളുടെ പഠിച്ച ഡൊമൈനിൽ നിന്ന് ഇവിടുന്ന് ചോദ്യം ചോദിക്കാം എന്നൊരു വേർഡ് അതിൻ്റെ അകത്തുണ്ട്. സോ അത് അവർ ചോദിക്കുകയും ചെയ്യും. സോ ബേസിൽ നിന്ന് തന്നെ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു പോവുക. ആൻഡ് ഈ സിലബസ് നമ്മൾ കവർ ചെയ്യുക. ആ സിലബസിന്റെ അപ്പുറത്തേക്ക് കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ പോവുക. ആൻഡ് നമ്മളിപ്പോ പഠിച്ചതിന്റെ പുറത്തുനിന്നൊരു ചോദ്യം വരുമ്പോഴത്തേക്ക് ആ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. അങ്ങനെയുള്ള കേസിലൊക്കെ അത് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ബാക്കിയൊക്കെ ചെയ്തിട്ട് സമയം ഉണ്ടെങ്കിൽ തിരിച്ചു വന്ന് ചെയ്യുക. കാരണം ഒരു പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ഇല്ലാത്തൊരു പ്രോബ്ലം ചെയ്ത് ബാക്കിയുള്ള പ്രോബ്ലം ചെയ്യാനുള്ള സമയം നമ്മളവിടെ കളയരുത്. ദെൻ മൈക്രോ പ്രോസസറിനെ കുറിച്ച്, ഇതിന്റെ സിലബസിനെ കുറിച്ച് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8085 മൈക്രോ പ്രോസസറും 8051 മൈക്രോ കൺട്രോളറും, ഇതും രണ്ടുമാണ് നമുക്ക് ഈ മൈക്രോ പ്രോസസറിൽ പഠിക്കാനുള്ളത്. അതിന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇതിന്റെ കമ്പോണൻസ് ഒക്കെ പഠിക്കും അല്ലേ, ആർക്കിടെക്ചർ ഒക്കെ പഠിക്കും. അതുപോലെ സബ്ട്രാക്ഷൻ ഓഫ് 8-bit 16-bit നമ്പേഴ്സ്. കൂടുതലും ഈ മൈക്രോ പ്രോസസറിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഇന്റേണൽ സ്ട്രക്ചറിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രോഗ്രാമുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കുറവാണ്. So organization of microcomputers, microprocessor as CPU, addition, subtraction of 8-bit and 16-bit numbers, organization and internal architecture of the Intel 8085, timing of Intel 8085, data transfer scheme of Intel 8085, application of microprocessors,
analog to digital converter, clock for analog to digital conversion, sample and hold circuit, analog multiplexer, and overview of 8051 microcontroller. So in short, 8085 microprocessor and 8081 മൈക്രോ കൺട്രോളറിനെ കുറിച്ചിട്ടാണ് നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത്. പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. Then the last topic is laser and fiber optics. ഇതിൽ ഐൻസ്റ്റീൻ എ ആൻഡ് ബി കോഎഫിഷ്യൻസിനെ കുറിച്ചൊരു ചോദ്യം കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നു. ലൈൻ ബ്രോഡനിങ് മെക്കാനിസം, QA സ്വിച്ചിങ്, മോഡ് ലോക്കിംഗ്, 4-level solid state lasers, CO2 lasers, dye lasers, semiconductor lasers, സ്പേഷ്യൽ ഫ്രീക്വൻസി ഫിൽറ്ററിംഗ് ആൻഡ് ഹോളോഗ്രാഫി. ഇവിടെ നമ്മൾ കുറച്ച് ടൈപ്പ് ഓഫ് ലേസേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. 4-level solid state ലേസർ, CO2 ലേസേഴ്സ്, ഡൈ ലേസേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ലേസേഴ്സ്. പക്ഷെ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുറച്ച് ലേസേഴ്സ് വേറെ ഉണ്ട്. റൂബി ലേസർ, ഹീലിയം നിയോൺ ലേസർ, അങ്ങനത്തെ. സോ അതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അത് എത്രാമത്തെ ലെവലിൽ 3-level ലേസർ ആണ്. സോ അതെന്താണ് 3-level ലേസർ എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. സ്പേഷ്യൽ ഫ്രീക്വൻസി ഫിൽറ്ററിംഗ് ആൻഡ് ഹോളോഗ്രാഫി, സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ, അക്സെപ്റ്റൻസ് ആംഗിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ദെൻ ഇപ്പോൾ ലേസർ കഴിഞ്ഞ് ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് വന്നു. ന്യൂമറിക്കൽ അപ്പേച്ചർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡർ ഇൻഡെക്സ് ഫൈബർ, അറ്റനുവേഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, അബ്സോർപ്ഷൻ ലോസ്, ലീക്കി മോഡ്സ്, റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ലോസസ്, ഇൻഹറന്റ് എഫക്ട് ലോസസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് പഠിക്കാനുള്ളത്. സോ ഇതാണ് നമ്മുടെ ഒരു സിലബസിന്റെ ഒരു ഓവർവ്യൂ അല്ല, നമ്മൾ സിലബസ് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത സിലബസ് ഓർത്തോണം, 2021 എക്സാമിന്റെ സിലബസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. കാര്യമായ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ തന്നെയും പുതിയ സിലബസ് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ അതുകൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി സിലബസിലുള്ള ടോപ്പിക്കൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പഠിക്കുക. അല്ലാതെ ഓരോ ആ ഹെഡിങ്ങിന്റെ താഴത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നോക്കി പോകാതെ, ചിലപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ആയിരിക്കില്ല എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുക. സോ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക. സർക്യൂട്ട്സ്, അതുപോലെ ഗ്രാഫ്സ്, എന്തെങ്കിലുമൊക്കെ ട്രജക്ടറീസ്, അതുപോലെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫിഗേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, PSC ഓപ്ഷനായിട്ട് ഫിഗർ ഒന്നും PSCയുടെ ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കാതിരിക്കുക. ചിലപ്പോൾ ആ ഫിഗറിൽ നിന്ന് നമുക്ക് നമ്മുടെ 1 മാർക്ക് കിട്ടുമായിരിക്കും. സോ ആ ഫിഗർ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഈ ഇൻട്രൊഡക്ഷൻ കൊടുത്തേക്കുന്ന സാധനങ്ങളൊന്നും അതൊന്നും വായിക്കാൻ സമയമില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അങ്ങനെ ഇൻട്രോ പാർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരെ ഇപ്പൊ എക്സാംസിനൊക്കെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു പോവുക. പിന്നെ ഈ സിലബസിന് പുറത്തേക്ക് പഠിക്കാൻ പറ്റിയാൽ അത് നല്ലതാണ്. കാരണം ചോദ്യങ്ങൾ അങ്ങനെയും വരാം. നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ബേസിൽ നിന്ന് പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സും മാത്തമാറ്റിക്കലിൽ നിന്നും ആദ്യം തന്നെ നമുക്ക് അങ്ങനെ തന്നെ തുടങ്ങാം. കാരണം അത് വളരെ ബേസ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് അല്ലെ. മാത്തമാറ്റിക്കൽ നമുക്ക് വേറെ പല കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നതുമാണ്, ക്ലാസിക്കൽ അതുപോലെ തന്നെ. സോ അങ്ങനെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പഠിച്ചു തുടങ്ങി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അപ്പം നിങ്ങൾ കോംപ്ലക്സ് പാർട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് ഈസി ആവും. ബേസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് കോംപ്ലക്സ് പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അത് കുറച്ചുകൂടി ഈസി ആക്കി തരും. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലപോലെ സിലബസ് മനസ്സിലാക്കി പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പഠിക്കുക. വളരെ കോൺഫിഡൻറ്റോടുകൂടെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. So all the best. Thank you.